പഠനമൊക്കെ നല്ല അടിപൊളിയായി പോകുന്നുണ്ട്. പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലേ ഇത്. ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള ഒരു കാരണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിലുള്ള ഉത്തരം വരുന്നത് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം 2026, 2027 ആയിട്ട് ഒരുപാട് എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പഠനത്തോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും കാര്യങ്ങളും എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ റബീഹത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് തന്നെയാണ് എങ്ങനെയാണ് ഒരു ടോപ്പ് ആയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ഒരു റിവിഷൻ എന്ന് പറയുന്നത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പലവരും അവരുടെ പഠനങ്ങളിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിവിഷൻ ടെക്നിക്ക് തന്നെ ആയിരിക്കാം ഈ പറയുന്ന 3:2:1 എന്ന് പറയുന്ന ഈ ഒരു റിവിഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ വീക്കിലി ആണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി ഉള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിലും എക്സാമിന് തൊട്ട് മുന്നുള്ള മാസത്തിലെ പ്രിപ്പറേഷൻസ് ആണെങ്കിലും എങ്ങനെയൊക്കെയാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പഠിക്കുക, അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന 3:2:1 എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ 3 നമ്മൾ എടുക്കുന്ന സമയത്ത് 3:2 എന്നതിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ 3 മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് വായിക്കുക. ഓക്കെ, നോർമൽ റീഡിംഗ് ആണ് ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, നോർമലായിട്ട് നമ്മൾ അതിനെ മനസ്സിരുത്തി അങ്ങ് വായിച്ചു കൊണ്ടുപോവുക. അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുകയാണ് 1857 റിവോൾട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 1857 റിവോൾട്ട് എന്താണ്, അതിലെ പ്രധാനപ്പെട്ട കലാപകാരികൾ, കലാപം നയിച്ച കേന്ദ്രങ്ങൾ, കാര്യകാരണങ്ങൾ, ഇതെല്ലാം നമ്മൾ നല്ല തറവായിട്ട് മനസ്സിരുത്തി അങ്ങ് വായിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തേലോട്ട് നമ്മൾ വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അടുത്തത് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. മാർക്കറോ അല്ലെങ്കിൽ ഹൈലൈറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെൻസിലോ പെന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വായിച്ചതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് വായിക്കുക. ഇതാണ് സെക്കൻഡ് റൗണ്ട് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം വായിച്ചു പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ വായിച്ചു പോകുന്നതാണ് മൂന്നാമത്തെ റൗണ്ട് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ഓഫ് റീഡിങ്ങിൽ എത്തുന്ന സമയത്ത് എന്താണ്, പ്രോപ്പറായിട്ട് നമ്മൾ ഒരു 3 തവണ അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സെയിം ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പോയി. ഓൾമോസ്റ്റ് നമ്മുടെ തലയിൽ അത് എത്തി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമലായിട്ട് മനസ്സിരുത്തി വായിക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയാസ്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയാസ് മനസ്സിരുത്തി പഠിക്കുക, വായിക്കുക. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, മൂന്നാമത്തെ റൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചു പോകുക. ഓക്കെ, ഇതാണ് നമ്മുടെ 3:2 അല്ലെങ്കിൽ 3:2 എന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് 3:2 നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, ഒരുപാട് 3 തവണയൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചു വെച്ചു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ദിവസത്തെ ബാക്കിയുള്ള പണികളും ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും ശേഷം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിവിഷൻ ടൈമിലോ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് മെമ്മറൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പഠിച്ചത് വായിച്ചത് എന്നുള്ള കാര്യം
ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട്, ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ വായിച്ചതിൽ മുഴുവനും അവിടെ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണ് പോയിന്റുകൾ മിസ്സായിട്ടുള്ളത് എന്നുള്ളത് ബുക്ക് ഒന്നുകൂടെ എടുക്കുക. എവിടെയാണ് മനസ്സിലാവാതെ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് കിട്ടാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഭാഗം ഒന്നുകൂടെ വായിക്കുക എന്നുള്ളതാണ്. സോ ഒരു ടോപ്പിക്കിനെ ഓൾമോസ്റ്റ് ഒരു 4 തവണ നമ്മൾ അവിടെ കവർ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ 2:2 അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? മൂന്നാമത്തെ റൗണ്ടിൽ ഇപ്പം നമ്മൾ ഈ വായിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒന്ന് എഴുതി വെക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു മൂന്നാമത്തെ റൗണ്ടിൽ ആദ്യത്തെ തവണ പറഞ്ഞ സമയത്ത് നമ്മളതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഒരു സാധനം പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് എത്തും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മളൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 5 തവണയെങ്കിലും നമ്മൾ എന്താണ് ആ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നുപോയി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അവിടെയും പോയിന്റുകൾ നഷ്ടമാവും. ചിലപ്പോൾ എല്ലാം ഒന്നും റൈറ്റ് ഡൗൺ ചെയ്യാനായിട്ട് പറ്റിയില്ല, എഴുതി വെക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതൊക്കെ വരും. പക്ഷെ അതൊന്നും അവിടെ നമ്മൾ വിട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മളവിടെ നിർത്തി പോകാനുള്ള കാരണങ്ങളല്ല. എഗെയിൻ പോവുക, എവിടെയാണ് എനിക്ക് പോയിന്റുകൾ മിസ്സായി പോയത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് അവിടെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ 3:2:1 എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പല കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഈ പറയുന്ന സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന 3:2:1 എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു സമയനഷ്ടമാണോ എന്നുള്ള രീതിയിലൊക്കെ തോന്നും. പക്ഷെ അല്ല, റിവിഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് വായിച്ചു പോയിട്ടോ ഒരുപാട് ടോപ്പിക്കുകൾ ഏരിയാസ് കവർ ചെയ്ത് പോയിട്ടോ കാര്യമല്ല. അത് കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഡെയിലി റിവിഷന് നമ്മൾ ചെയ്യണം, വീക്ക്ലി റിവിഷന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ഡെയിലി റിവിഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 6 മണിക്കൂറാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ 6 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, 1 മണിക്കൂർ ആ ദിവസം പഠിച്ച ഫുൾ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പഠിച്ച് അവിടെ നിർത്തി പോവരുത്. പ്രോപ്പറായിട്ട് ആ ദിവസം തന്നെ എന്താണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ റിവൈസ് ചെയ്യുക. 6 മണിക്കൂർ പഠിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അവിടെ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5 ദിവസം പഠിക്കുക. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന 2 ദിവസം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള റിവിഷന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ 2 ദിവസം ചിലപ്പോൾ ആവശ്യമായിട്ട് വരില്ല. കാരണം പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ റിവൈസ് ചെയ്തെടുക്കാനായിട്ടുണ്ടാവില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വരുന്ന സമയത്ത് ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പഠിച്ചത് തൊട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ അവിടെ റിവൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി റിവിഷനും അവിടെ ചെയ്യണം, വീക്ക്ലി റിവിഷനും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള 1 മാസം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അവിടെ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഈ ഒരു വീക്ക്ലി റിവിഷനിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്കിനി എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കണം, ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസറിന്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ, ബാക്കിയുള്ള ഓപ്ഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ, കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു പോകും. അല്ലാതെ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പഠിച്ചു പോകരുത്. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വീക്ക്ലി റിവിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള 1 മാസം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ
നമ്മുടെ ഈ ഒരു റുട്ടീനിന്റെ ഭാഗമാക്കി കൊണ്ടുവരും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതും എല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു റുട്ടീനിന്റെ ഭാഗമാക്കി കൊണ്ടുവരിക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയായിരിക്കും. പലവരും ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു റിവിഷനോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. പലവരും ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആണ്, പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷനോട് തന്നെ നിങ്ങളുടെ എക്സാമുകളെ നിങ്ങൾ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കറിയാം 2025, 26, 27 ആയിട്ട് ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് എന്താണ് എക്സാമുകളും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇത്തരത്തിലുള്ള റിവിഷനിലൂടെയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കവർ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതും ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും LGSനൊക്കെയുള്ള കോഴ്സുകൾ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം അടങ്ങിയിട്ടുള്ള ബാച്ചാണ്. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പേപ്പർ വായിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ റുട്ടീനിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സോ താങ്ക് യു.